ജൂലൈ 19-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് UP-യിൽ നടന്ന ട്രെയിൻ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ആക്സിഡൻറ്റ് നടന്നു, രണ്ടുപേരും മരണപ്പെട്ടു. ഓർത്തു വെക്കേണ്ട കാര്യം, ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ട്രെയിൻ ആക്സിഡൻറ്റുകൾ നടക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് കാഞ്ചൻജംഗ എക്സ്പ്രസും മറ്റുമൊക്കെ കൂട്ടിയിടിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഈ ഒരു UP-യിലെ ഗോണ്ട എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും ഡീറെയിൽ ചെയ്യുന്നു, അതായത് ട്രെയിൻ പാളം തെറ്റി മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ട്രെയിൻ ആക്സിഡൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് ഡീറെയിൽ ചെയ്തിട്ട് 2 പേര് മരണപ്പെടുകയും 31 പേര് ഇഞ്ചേർഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് UP-യിലെ ഉത്തർപ്രദേശിലെ ഗോണ്ട ജംഗ്ഷൻ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഡീറെയിൽമെന്റിന് മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവാം എന്നാണ്, പ്രത്യേകിച്ചും ട്രാക്കിന്റെ ഡിഫക്റ്റ് ആവാം, ഈവൻ ചിലപ്പോൾ ബോഗിയുടെ ഡിഫക്റ്റ് ആവാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും യൂണിയൻ മിനിസ്ട്രി ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട്, കമ്മീഷണർ റെയിൽവേ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. അത് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ട്രെയിൻ ആക്സിഡൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ഉദാഹരണങ്ങളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാഞ്ചൻജംഗ എക്സ്പ്രസിൻ്റെ ഉദാഹരണം, അതുപോലെ തന്നെ ഈ ഒരു ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് UP-യിൽ ഡീറെയിൽ ചെയ്തതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് എലിഫൻസിൻ്റെ കണക്ക് എടുത്തു പോയാൽ, പ്രത്യേകിച്ചും കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 800ഓളം ആനകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ എലിഫൻറ്റിൻ്റെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലിഫൻറ്റ് എന്ന് പറയുന്ന ജീവി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ജീവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് റെക്കോർഡ് പ്രകാരം ഈ ഒരു 2015-നും 2023-നും 845 ആനകളാണ് മരണപ്പെട്ടതായിട്ട് കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെത്ത് റേറ്റ് ഓവർ ദ പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ, നമ്മുടെ കേരളത്തിൽ എലിഫൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട എലിഫൻറ്റ് റിസർവിൽ എടുത്ത കണക്ക് പ്രകാരമാണ് ഈ ഒരു കണക്ക് വരുന്നതായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എലിഫൻറ്റുകൾ, അതായത് 10 വയസ്സിൽ താഴെ പ്രായമുള്ള യങ്ങർ എലിഫൻറ്റ്സ് ആണ് കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത്, അപ്രോക്സിമേറ്റ്ലി 40%. അതായത് 10 ആനക്കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ 4 പേര് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ് എൻഡോതെലിയോട്രോപ്പിക് ഹെർപ്പി വൈറസസ് എന്ന് പറയുന്ന ഒരു ഹെമറേജിക് ഡിസീസസ് ആണെന്ന് ഓർത്തുക. ഇത് എലിഫൻസിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഈ രോഗം കാരണമാണ് കൂടുതൽ ആനകൾ മരണപ്പെടുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആനകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ആനകൾ ഒരുപാട് ത്രട്ടുകൾ നേരിടുന്നുണ്ട്. റെയിൽവേ ട്രാക്കിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ഗിരിരാജ് എന്ന് പറഞ്ഞ സിസ്റ്റമൊക്കെ റെയിൽവേ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആനകളുടെ പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഷ്രിങ്കിങ് ഹാബിറ്റാറ്റും അതുപോലെ തന്നെ റൈസിങ് ഫ്രാഗ്മെൻറ്റേഷനുമാണ്. അതായത് അവ താമസിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാഗ്മെൻറ്റ് ചെയ്യും. റെയിൽ റോഡ് അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യന്മാരുടെ സെറ്റിൽമെൻറ്റുകൾ കാരണം എന്ത് ചെയ്യും, അതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത് കാരണം അതിൻ്റെ പോപ്പുലേഷൻ സൈസ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഉയർന്ന താപനില അതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇൻവാസീവ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസുകൾ അവരുടെ ഫുഡ് സോഴ്സസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസീസസുകൾ, പ്രത്യേകിച്ചും ആനകൾ ഹൈലി സെൻസിറ്റീവ്സ് ആണ്. സോ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ മരണപ്പെടുന്നതിന് കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് എലിഫൻറ്റിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ വളരെ ക്രിട്ടിക്കലാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം ലാൻഡ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഏരിയാസിലൊക്കെയാണ് എലിഫൻസിനെ കാണുക. അപ്പോൾ ലാൻഡ് യൂസ് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ജീവിയാണ്, വാട്ടർ ബാലൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈവൻ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ആനകളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവന്ന് എലിഫൻറ്റ് ഡെത്തുകളെ, എങ്ങനെയാണ് ഈ മരണങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിന് ഒരു റെക്കമെൻഡേഷൻ ബോഡിയായിട്ട് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വെച്ചാൽ, ഓൾറെഡി തമിഴ്നാടുവിൻ്റെ എലിഫൻറ്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഫ്രെയിംവർക്കിൽ അവർ ഓൾറെഡി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രെയിംവർക്കുകൾ കേരളം പോലുള്ള മറ്റ് സ്റ്റേറ്റുകൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എലിഫൻറ്റിൻ്റെ മരണകാരണം കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ എന്താണ് പാറ്റേൺ, എന്തെങ്കിലും തരത്തിലുള്ള ത്രട്ടുകൾ നേരിടുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക കാരണമാണോ മരണകാരണമാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് എലിഫൻറ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത സ്ട്രാറ്റജിക് ഓട്ടോണമിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ
സ്ട്രാറ്റജിക് ഓട്ടോണോമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള അധികാരം എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോണോമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണോ മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പെർസ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.